നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ ആ അടവ് മുതലാക്കും. എങ്ങനെ? നിങ്ങൾ കണ്ട് കാവേരി വെറും ഒരു പുഴയല്ലെന്ന് അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? കാവേരി കാലത്തിന്റെ കാവലാളാ. അഴുക്കില്ലാതെ ഒഴുകുന്ന അനേകം നദികളുടെ സംഗമം. ഏട്ടാ, ഏട്ടനിതെന്തു ആവശ്യ? ലോകത്താരും ഭാവിക്കാത്ത പലതും ഭാവിച്ചു. മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല. നിനക്കെന്നല്ല, പലർക്കും. കാരണം അവർക്കാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഒരു കടുകുമണിയോളം പോലും അധ്വാനം ഈ സ്വത്തിലില്ലല്ലോ. നഷ്ടപ്പെടാൻ വിശ്വനാഥന് മാത്രമല്ലേ ഉള്ളൂ. എന്ത് വില കൊടുത്തും എനിക്കെന്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കണം. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? പക്ഷെ അതിന്റെ പേര് ഇങ്ങനെ തരം താഴണം ഏട്ടാ. താഴേണ്ടടുത്ത് താഴണം, ഉയരേണ്ടടുത്ത് ഉയരണം. അതാണ് പ്രകൃതി നിയമം. പ്രകൃതി വികൃതി കാണിക്കുന്ന കുട്ടനാടിന്റെ നിയമം. നീ കണ്ടിട്ടില്ലേ പുരിക്കൻ പടുത്തുയർത്തിയ പാടശേഖരം? കായൽക്കെട്ട് മുകളിലും പാടം താഴെയും. എന്നിട്ട് ഇന്നോളം ഒരാണ്ടിലെങ്കിലും കൊയ്യാണ്ട് പോയിട്ടുണ്ടോ നമ്മളവിടെ? ചുറ്റും അണപൊട്ടാൻ വെമ്പി നിൽക്കുന്ന വെള്ളത്തിന് നമ്മളെ ഒന്ന് തൊടാൻ പറ്റിയിട്ടുണ്ടോ? അത് പാടത്തിന്റെ നിയമം, ഇത് ജീവിതം വിശ്വേട്ടാ. രണ്ടും കൂടി കൂട്ടിക്കൊടക്കരുത്. വിശ്വനാഥന് പാടവും ജീവിതവും എല്ലാം ഒന്നു തന്നെയാടാ. വിശ്വനാഥൻ ജീവിതം പഠിച്ചത് പാടത്തൂന്നാ. അവിടെ മുളയ്ക്കുന്ന ഓരോ കതിരും ഓരോ ജീവിത പാഠമാണ്. ചവിട്ടിയാൽ താണു പോകുന്ന ചേറിനോട് പടവെട്ടിയാണ് വിശ്വനാഥൻ കരകയറാൻ പഠിച്ചത്. കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന വിളഞ്ഞ ചിത്തിരപ്പാടത്ത് ഏതോ ഒരു കതിരിന്റെ ഉള്ളില് പൊന്നിൻ വിലയുള്ള നെൽമാണിക്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന മുത്തശ്ശിക്കഥ വിശ്വസിച്ച് അത് കിളികൊത്തിപ്പോകാതിരിക്കാൻ കാലങ്ങളോളം ക്ഷമയോടെ ഉറക്കം നിന്ന് കാവലിരുന്നിട്ടുണ്ട് ഞാൻ. ഒടുക്കം അത് മങ്കൊമ്പ് പട്ടരുടെ പത്തായ ചുമരിലെ പൊത്തിലുണ്ടെന്നറിഞ്ഞ് പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് ഓടിളക്കി അകത്ത് കയറി നിലവറ കാവൽക്കാരനായ കരിമൂർഖന്റെ കടിയേറ്റുവാങ്ങി മരണത്തിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ. ഞാൻ ഇന്നും സ്വപ്നം കാണുന്നത് ഒരു നെൽമാണിക്യമാടാ. അത് 1500 കോടിയുടെ അല്ല, ഈ പ്രപഞ്ചം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ ത്രാണിയുള്ള സൂര്യനേക്കാൾ ശോഭയുള്ള ഒരു നെൽമാണിക്യം. വിശ്വനാഥൻ അത് നേടും. എന്തു വില കൊടുത്തും, ഏതു വേഷം കിട്ടിയും. കെട്ടിക്കോ, ഏത് വേഷം വേണമെങ്കിലും കെട്ടിക്കോ. എന്നിട്ട് നെൽമാണിക്കോ സൂര്യനെയോ എന്താന്ന് വെച്ചാൽ പിടിച്ചു കേട്ട്. പക്ഷെ കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. കൂട്ടി നിൽക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു. കൂടെ നിൽക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതും എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടി, നിന്റെ നന്മയെ കരുതി. എന്തു നന്മ? കിട്ടുന്ന എന്തിൻ്റെയും പാതി. അത് 1500 കോടിയായാലും ഈ പ്രപഞ്ചം തന്നെയായാലും. സ്വസ്ഥതയും സമാധാനവും ജീവിതവും കളഞ്ഞ് ആ പാതി എനിക്ക് വേണമെങ്കിലോ? എന്താ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ല, കള്ളം, പച്ചക്കള്ളം. എന്താ നിന്റെ ഉദ്ദേശം? പാതിയല്ല, മുഴുവനായി ഒറ്റയ്ക്ക് അപഹരിക്കാമെന്നാണോ? ഏട്ടാ, സ്വത്ത് വേണ്ടാത്തൊരു പൊന്നു മോൻ, നീ ആരായി പറഞ്ഞു പറ്റിക്കുന്നേ? എന്നെയോ? ഈ ഭൂമുഖത്തുള്ള സകല അടവും അഭ്യാസവും പയറ്റിത്തെളിഞ്ഞ മാണിക്യമംഗലത്തെ വിശ്വനാഥനെയോ? കഷ്ടം, നീ ഇത്ര പൊട്ടനായി പോയില്ലോടാ. നീ എന്താ വിചാരിച്ചത്? ഞാനൊന്നും അറിയില്ലെന്നോ? നിന്റെ ഉള്ളിലിരിപ്പെന്താണെന്ന് ഞാൻ മനസ്സിലാക്കില്ലെന്നോ? അവന് സ്വത്ത്
ഒത്തും പോതലൊന്നും വേണ്ട, മനസമാധാനം മതിയെന്ന് പോലും. അത്ര നിഷ്കളങ്കനാണെങ്കിലേ പിന്നെ നീ എന്തിനാടാ 1500 കോടി ഒറ്റയ്ക്ക് വിഴുകാൻ നിന്റെ ഭാര്യയെ നിർബന്ധിച്ചത്? അതിന്റെ പേരിലല്ലേ നീയും അവളും തമ്മിൽ അടിച്ചു പിരിഞ്ഞത്? അതിന്റെ പേരിലല്ലേ ആ കോളനിക്കാരി പെണ്ണിനെ നീ കൊന്നുകളഞ്ഞത്? നീ എന്താ വിചാരിച്ചത്? ഞാനൊന്നും അറിയില്ലെന്നോ? അച്ഛനും അമ്മയും എനിക്കറിഞ്ഞിട്ട പേരാടാ വിശ്വനാഥൻ. വിശ്വനാഥൻ വിശ്വത്തിന്റെ നാഥനാടാ, സർവ്വതും അറിയുന്നവൻ. നീ പേടിക്കണ്ട, മരണം വരെ ഈ രഹസ്യം എന്റെ മനസ്സിൽ ഭദ്രമായിരിക്കും. മങ്കൊമ്പ് പട്ടരുടെ അറയിലെ നെൽമാണിക്യം പോലെ. അജേട്ടാ, അജേട്ടാ, അയ്യോ, ഞാൻ വന്നു. എന്റെ അജയേട്ടനെ കാണാതിരിക്കാൻ എനിക്കാവോ? അജയേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നെ? ഇത് ഞാനല്ലേ, അജയേട്ടന്റെ സ്വന്തം സിന്ധു. നീ മരിച്ചില്ലേ? ഈ അജയേട്ടന്റെ ഒരു കാര്യം, നാക്കെടുത്ത തമാശയെ പറയുള്ളൂ. ഞാൻ മരിക്കാനോ? എന്റെ അജയേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്ന അജയേട്ടന് തോന്നുന്നുണ്ടോ? എന്താ അജയേട്ടത്? അജയേട്ടൻ ഇത്ര വേഗം എന്നെ മറന്നോ? അജയേട്ടൻ വാ. എങ്ങോട്ട്? പുറത്ത് നല്ല നിലാവുണ്ട്. അതിന് പാലകൾ നിറയെ പൂത്തിട്ടുമുണ്ട്. നമുക്കവിടെ അങ്ങ് അകലെ ആകാശത്തിന്റെ ചോട്ടില് മേഘങ്ങൾ കൊണ്ടൊരു കൂടുണ്ടാക്കാം. അവിടെ ഞാനും എന്റെ അജയേട്ടനും നമ്മുടെ സ്വപ്നങ്ങളും മാത്രം.
വാ, വേഗം വാ. ഇല്ല, ഞാൻ എങ്ങോട്ടും ഇല്ല. എനിക്ക് പേടിയാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കെന്റെ അജയേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് അറിയില്ലേ? എന്റെ പൊന്നു സിന്ധു, നീ എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ വേണേ നിന്റെ കാല് നിങ്ങൾ ഇതുവരെ നിർത്തിയില്ലേ ഈ പരിപാടി? നിർത്താം. നീ ദയവേ നീ പോണം.